ഹലോ, എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതേ ഒരു പനീർ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. 10 മിനിറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു അടിപൊളി പനീർ ബിരിയാണി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഈ പനീർ ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അരിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബിരിയാണി വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 ലിറ്റർ വെള്ളം അടുപ്പിലേക്ക് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടേ. ഇപ്പോൾ അത്യാവശ്യം തിളയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ കാണുന്ന സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഒരു 2 കഷ്ണം പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പു, 1 ടീസ്പൂൺ നാരങ്ങ നീര്, 1 ടേബിൾ സ്പൂൺ ഉപ്പ്. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടേ. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അരി എവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പനീർ ഫ്രൈ ചെയ്തെടുക്കാം. 200 ഗ്രാം പനീറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പനീറിലേക്ക് മസാല പുരട്ടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പനീറിലോട്ട് മസാല പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പോകുന്നത് നമുക്കിതിന് കുറച്ച് സവാള വറുത്തെടുക്കാനുണ്ട്. ഞാനിവിടെ ഒരു പാൻ അടുപ്പിലേക്ക് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലേക്ക് കനം കുറച്ച് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇനി തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം സവാള കരിഞ്ഞു പോകാത്ത രീതിയിൽ വറുത്തെടുക്കാം. ഇതാ കണ്ടില്ലേ, ഈ ഒരു പരുവമാകുമ്പോഴേക്കും സവാള എണ്ണയിൽ നിന്നും കോരി മാറ്റുക. അടുത്തതായി മസാല പുരട്ടി വെച്ചിരിക്കുന്ന പനീറൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ സവാള വറുത്തെടുത്ത അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ ഈ പനീറും വറുത്തെടുക്കുന്നത്. തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം തിരിച്ചു മറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. കൂടുതലായിട്ട് ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാ നോക്കൂ, ഇതേപോലെ ഫ്രൈ ആയി കിട്ടിയാൽ മതി കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നമുക്ക് പനീർ ബിരിയാണിക്കുള്ള ഗ്രേവി തയ്യാറാക്കാം. സവാളയും പനീറും ഫ്രൈ ചെയ്ത അതേ എണ്ണയാണ് ഗ്രേവിക്കായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ചൂടായ എണ്ണയിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇനി നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ഇട്ടതിന് ശേഷം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കണ്ടില്ലേ, പൊടികളുടെ പച്ചമണം എല്ലാം മാറി നന്നായിട്ട് കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളമാണ്. അപ്പം ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രേവി അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സവാളയിൽ നിന്നും അല്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അടുത്തതായി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ ബിരിയാണിക്കുള്ള പനീർ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അല്പം മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ഇട്ട് കൊടുക്കാം. ആദ്യം അല്പം ചോറിട്ടതിന് ശേഷം ചോറ് എല്ലായിടത്തും കൂടി ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി ചോറിന് മുകളിലായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി വറുത്ത സവാള കുറച്ചിട്ട് കൊടുക്കാം. ഇനി അല്പം മല്ലിയില കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ വീണ്ടും വേവിച്ച ചോറ് ഇതിന് മുകളിലേക്ക് നിരത്താം. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഗ്രീൻ പീസും ക്യാരറ്റും വേവിച്ചതും കൂടെ നിരത്താം. പിന്നെ കുറച്ച് ഫ്രൈ ചെയ്ത സവാള, അല്പം മല്ലിയില. അങ്ങനെ ചോറ് ഫുള്ളും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, 2 സ്റ്റെപ്പായിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് 1.5 ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പനീർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അല്പസമയം ഒന്ന് ലോ ഫ്ലെയിമിൽ
ഒരു 10 മിനിറ്റ് അടച്ചൊന്ന് വെച്ചേക്കാം. ഇപ്പോൾ കറക്റ്റ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി പനീർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിതിൻ്റെ കൂടെ കുറച്ച് സാലഡും 2 പപ്പടമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി കഴിക്കുമ്പോഴേ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.